എന്റെ ചാനലിലേക്ക് വെൽക്കം ബാക്ക്. സോ ഞാൻ പിന്നെ വന്നു വിത്ത് അനദർ ഓണം ലുക്ക് ഇൻ മലയാളം അഗൈൻ. ബിക്കോസ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞത് ഞാൻ ഇച്ചിരി കൂടി ഒരു ഈസിയർ സിംപിളർ ലുക്കും കൊണ്ട് ഇനിയും വരുന്നു. ആ വീഡിയോ എന്താ ഇടാത്തെന്നോ എപ്പോൾ ഇടുന്നോ എന്നോട് ഒരു മനുഷ്യനും ചോദിച്ചില്ല. ബട്ട് സ്റ്റിൽ ഐ വിൽ പുട്ട് ഇറ്റ് ഔട്ട് ബിക്കോസ് I want to. So ഇന്നത്തെ ഓണം ലുക്ക് is actually way more simpler, way more easier. വളരെ കുറച്ച് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. വെരി ഡൂവബിൾ, ലൈക്ക് റിയലിസ്റ്റിക് ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ഓണം സദ്യ കഴിക്കാൻ പോകുന്നതിന് മുന്നേ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ഈ വീഡിയോക്ക് അതേലും അൺലൈക്ക് മൈ പ്രീവിയസ് വീഡിയോ എന്റെ ഫ്ലവർ വേസിൽ നിന്ന് പോയി പൂ അടിച്ച് മാറ്റാതെ ആക്ച്വലി മുല്ലപ്പൂ ഒക്കെ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഓർഡറും ചെയ്തായിരുന്നു. ബട്ട് ഇറ്റ് നെവർ കെയിം. സോ നോ പൂ. Wait, that sounds wrong. No, I mean no flower. Hopefully ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓണത്തിന് ഇച്ചിരി ഒന്ന് ഇച്ചിരി എന്ന് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ വീഡിയോക്ക് അത് ഒരാൾ കമന്റ് ചെയ്തായിരുന്നു ദാറ്റ് ഞാൻ ഈ ഇച്ചിരി എന്ന വാക്ക് ഐ യൂസ് ഇറ്റ് വേ ടു മച്ച് ആൻഡ് വെൻ ഐ വാച്ച്ഡ് ഇറ്റ് വൺസ് മോർ ഇറ്റ്സ് ട്രൂ, ഐ യൂസ് ഇറ്റ് വേ ടു മച്ച്. പക്ഷേ ഇറ്റ്സ് it just comes naturally. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. Before starting off the tutorial, I just want to say happy Onam. So ഈ വർഷം എല്ലാവരും ഇച്ചിരി ഒന്ന് ഡൗൺ സ്കെയിൽ ചെയ്ത് ഇച്ചിരി സേഫ് ആയിട്ട് ഓണം ഒക്കെ ആഘോഷിച്ചാൽ മതി. Hopefully next year we can go back to our usual selves. Okay, so let's start with the Malayali monkey. Listen, I'm Malayali, okay? I'm allowed to say that. Where are you the parayirthu? Parna ninge adi kittum. So, okay, let's start the Malayali manga makeup tutorial. As usual, ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ ന്യൂട്രോജനയുടെ വാട്ടർ ജെൽ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടെക്സ്ചറിനനുസരിച്ച് വേണം ചൂസ് ചെയ്യാനായിട്ട്. ലൈക്ക് ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിച്ച് വൺ വർക്ക്സ് ഫോർ യു. ഓൾസോ നെവർ ഫർഗെറ്റ് യുവർ നെക്ക്. കാരണം നമ്മൾ മിക്കവാറും എപ്പോഴും മുഖത്ത് മാത്രമേ സ്കിൻ കെയർ ആണെങ്കിലും ക്രീം ആണെങ്കിലും എന്തുവാണെങ്കിലും ഇടത്തുള്ളൂ. നെക്ക് നമ്മൾ ഓഫൻ നെഗ്ലക്ട് ചെയ്യാറുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ. നമ്മൾ ഈ വീഡിയോ ഭയങ്കര സിമ്പിൾ ആൻഡ് ഈസി ആക്കുന്നതുകൊണ്ട് ഞാൻ കളർ കറക്ഷനോ സ്പോട്ട് കറക്ഷനോ ഒന്നും ചെയ്യുന്നില്ല. ഐ എം ഗോണ ഡയറക്ട്ലി ഗോ ഓൺ ടു കൺസീലർ. ആൻഡ് കൺസീലർ ആയിട്ട് ഞാൻ മേബലിന്റെ ഏജ് ഡിവൈൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ എൻ്റെ യൂഷ്വൽ സ്പോട്ട്സിൽ തന്നെയാണ് ഇടുന്നത്. ഒബ്വിയസ്ലി അണ്ടർ ദി ഐസ്. പിന്നെ ഒബ്വിയസ്ലി എൻ്റെ വൈക്ക് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ ഇച്ചിരി ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ ബ്ലെൻഡ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതിലാണ്. സോ ഐ എം ജസ്റ്റ് ഗോണ ഡു ദാറ്റ്. ഞാൻ ആക്ച്വലി ലുക്കിന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. സോ ഞാൻ ഈ കൺസീലർ ബ്ലെൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്യൂട്ടി ബ്ലെൻഡർ എന്തെങ്കിലും ഇച്ചിരി ബാക്കി കാണും സം പ്രോഡക്റ്റ്, എക്സ്ട്രാ ഒന്നും എടുക്കത്തില്ല. അത് തന്നെ ഞാൻ ഫേസിൽ മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് നമ്മുടെ കണ്ണിന്റെ അടി മാത്രം ഒത്തിരി ഇറ്റ്സ് ലിറ്റിൽ ടു ലൈറ്റ് ഫോർ മീ. കൺസീലർ ആക്ച്വലി എനിക്ക് ഇച്ചിരി ലൈറ്റ് ആണ്. സോ ഒത്തിരി ഒരു ഗോസ്ലി എഫക്റ്റ് വരാതിരിക്കാനായിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കും. കൺസീലർ മാത്രം യൂസ് ചെയ്യുമ്പോൾ മിക്കവാറും പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇവിടെ ഒരു ലൈൻ കാണും. നമ്മുടെ മൂക്കിന്റെ ഈ മിഡിൽ ഭാഗത്ത് കൺസീലർ വരത്തില്ല. സോ അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫുൾ മൂക്കിലും ഇത് ഈ ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് റൺ ചെയ്താൽ മതി. സെയിം ബ്യൂട്ടി ബ്ലെൻഡർ നമ്മുടെ ഐലിഡ്സിലും കൂടെ ഒന്ന് റൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഐ മേക്കപ്പിന് ഒരു ബേസ് ആയിട്ട് ഇരുന്നോളും. ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് അതും പറഞ്ഞ പോലെ ഞാനൊരു മിറർ എടുത്ത് ഫേസിന് നല്ല ക്ലോസ് ആയിട്ട് വെച്ച് നോക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. ഞാൻ ഇനി എൻ്റെ അണ്ടർ ഐസ് സെറ്റ് ചെയ്യാനായിട്ട് ഈ റിമെൽ സ്റ്റേ മാറ്റ് പൗഡർ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ അണ്ടർ ഐസ് മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ചെറുതായിട്ട് കോൺടൂർ ചെയ്യാനായിട്ട് ഞാൻ ഈ LA ഗേളിന്റെ ഒരു കോൺടൂർ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കോൺടൂർ ചെയ്യണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഡു. ഓൾസോ നിങ്ങളുടെ ഈ കോൺടൂർ സ്റ്റിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇച്ചിരി ഒരു ബ്രൗണിഷ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്താലും മതി. ഞാൻ ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ തന്നെയാണ് ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് ആക്ച്വലി ബ്യൂട്ടി ബ്ലെൻഡർ വേണമെന്നൊന്നുമില്ല, കൈവച്ച് തന്നെ ഇട്ടാൽ മതി. പക്ഷേ ചീക്ക് കോണ്ടൂർ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈസിലി ബ്ലെൻഡ് ഔട്ട് ആയിക്കോളും. ഇനി ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഒരു ക്രീം ബ്ലഷ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ആക്ച്വലി എ വെരി നൈസ് പ്രോഡക്റ്റ്. നിങ്ങളുടെ കയ്യിൽ ക്രീം ബ്ലഷസ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് ഡാബ് ഓൺ ചെയ്ത് കൊടുത്താലും മതി. എന്ന് വെച്ച് പോയി ചുമന്ന ലിപ്സ്റ്റിക് എടുത്ത് തേക്കില് ഇച്ചിരി ടു മച്ച് ആയി പോകും. ഐ മീൻ ഇറ്റ് ഈസ് സംതിങ് ഐ വുഡ് ഡു. പക്ഷേ ഇച്ചിരി ഒരു പിങ്കിഷ് ഒരു ഓറഞ്ച് ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ലുക്ക് ദ ബെസ്റ്റ്. ചിന്നയിൽ ഇട്ട് കൊടുക്കും. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ഡു. ഇത് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. whatever is left ഞാൻ എൻ്റെ നോസിൽ ഇടും. ഇനി ഞാൻ എൻ്റെ ഐബ്രോസ് ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. അതിന് ഞാൻ എൻ്റെ അനസ്താസിയ ബെവർലി ഹിൽസിന്റെ ഐബ്രോ പ്രൊമേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ എം ജസ്റ്റ് വെരി യൂസ് ടു ദിസ്. സോ ബട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഓൺ ഹൗ ടു ഡു യുവർ ഐബ്രോസ് വിത്ത് ജസ്റ്റ് കാജൽ. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ലിങ്ക് ഇറ്റ് അപ്പ്. പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്.
സോ ഇനി നമുക്ക് ഐ മേക്കപ്പും കൂടെ ബാക്കിയുള്ളൂ. ആൻഡ് ഐ മേക്കപ്പ് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് വെക്കാനാണ് പരിപാടി. ഐ മീൻ ഞാൻ എല്ലാ മേക്കപ്പും തുടങ്ങുന്നത് സിമ്പിൾ ആയിട്ട് വെക്കാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ഇറ്റ് എൻഡ്സ് അപ്പ് ലുക്കിംഗ് ടു മച്ച്. ബട്ട് ആദ്യം യു ഹാവ് ടു ടേക്ക് യുവർ ബ്ലാക്ക് ഐ പെൻസിൽ ആൻഡ് ലൈൻ യുവർ അപ്പർ വാട്ടർ ലൈൻ. അത് കണ്ണിന്റെ മുകളിൽ കൂടെ എഴുതണം, കണ്ണിന്റെ അടിയിലും എല്ലായിടത്തും എഴുതണം. ഐ ജസ്റ്റ് ഷോ ഇറ്റ്. ഭയങ്കര നീറ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ എത്ര നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നീറ്റായിട്ട് ചെയ്യണം. ഇനി നമ്മുടെ അപ്പർ വാട്ടർ ലൈനും കൂടി ഇച്ചിരി ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. ഇത് ചിലർക്ക് കാണുമ്പോൾ പേടി വരും, പേടിയുള്ളൊരു ഡോണ്ട് ലുക്ക്. ഇനി നമ്മൾ നോർമലി കണ്ണിന്റെ അകെ താഴെ എഴുതുന്ന പോലെ എഴുതി കൊടുക്കണം. എത്രയും ഡാർക്ക് ആക്കാൻ പറ്റുമോ അത്രയും ഡാർക്ക് ആയിട്ട് വേണം താഴെ കൂടെ കണ്ണ് എഴുതാനായിട്ട്. അതിന് യൂഷ്വലി ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒന്ന് കണ്ണെഴുതും, എന്നിട്ട് ഒരു 2-3 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഇതൊന്ന് ഡ്രൈ ഇച്ചിരി ടാക്കി ആകാനായിട്ട്. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ കണ്ണെഴുതും. സോ ഇപ്പൊ ഞാൻ താഴെ കൂടെ കണ്ണ് എഴുതിയിട്ട് ഒരു 5 സെക്കൻഡ് ആയി. ഇനി ഞാൻ ഒന്നുകൂടെ അതിന്റെ മുകളിൽ കൂടെ പോകും. ഈ ഒരു കോർണറിൽ കൂടെ ആ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം, സോ ദാറ്റ് നമുക്ക് ഗ്യാപ്സ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്ലാക്ക് ഐ ഷാഡോ ആണ്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഇല്ലെങ്കിൽ വിച്ച് എവർ ഇസ് ദ ഡാർക്കസ്റ്റ് കളർ ദാറ്റ് യു ഓൺ അത് യൂസ് ചെയ്താൽ മതി. അത് ഞാനൊരു ആംഗിൾ ബ്രഷല്ല എടുക്കുന്നത്. ആസ് യൂഷ്വൽ അഗൈൻ ആംഗിൾ ബ്രഷ് ഇല്ലെങ്കിൽ ക്യൂട്ടിപ്പ് യൂസ് ചെയ്താൽ മതി. ഇനി അപ്പർ ഐലറ്റ്സിൽ നമ്മൾ ഈ പെൻസിൽ യൂസ് ചെയ്തതിന്റെ മുകളിൽ ഞാൻ ഈ ഐ ഷാഡോ ജസ്റ്റ് ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. ഇനി സെയിം തിങ് ഞാൻ എൻ്റെ ലോവർ വാട്ടർ ലൈനിലും ചെയ്ത് കൊടുക്കും. അപ്പൊ ജസ്റ്റ് ഈ ഐ ഷാഡോ ഒന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ലോവർ വാട്ടർ ലൈനിന്റെ പുറത്തുകൂടെ ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചാലും മതി, പക്ഷെ എനിക്കിത് ഇച്ചിരി കൂടെ ഒന്ന് സ്മോക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആക്ച്വലി ഒരു ക്യൂട്ടിപ്പ് എടുത്തിട്ട് മുകളിലത്തെ ഐലൈനർ ഇച്ചിരി ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് ഇച്ചിരി ഐലൈനറും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ ഈ 3 ബ്ലാക്ക് ലെയേഴ്സ് ഇട്ടുണ്ട്. വൺ തിങ് ഒബ്വിയസ്ലി നല്ല ഡാർക്ക് ആയിരിക്കും, ഇറ്റ് ബി സൂപ്പർ ഡാർക്ക്. സോ വി ഹാവ് ദി ബ്ലാക്ക് ഐ ഷാഡോ, ബ്ലാക്ക് ഐ പെൻസിൽ, ബ്ലാക്ക് ലൈനർ. സോ സൂപ്പർ ഡാർക്ക്. ഓൾസോ ഇത് ഒട്ടും സ്മഡ്ജ് ആകത്തില്ല, ലൈക്ക് ഒട്ടും മൂവ് അറൗണ്ട് ചെയ്യത്തില്ല. സോ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളും. ഐ ഹോപ്പ് സോ. ഇച്ചിരി അങ്ങനെ എന്നെ ഒന്നും പറയരുത്. ഈ ഒരു ഐ ലുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ഐ ആം ഗോണ കേൾ മൈ ലാഷ്. എനിക്ക് കേൾ ചെയ്യാതെ മസ്കാര ഇട്ടിട്ട് ഒരു ഗുണമില്ല, ബിക്കോസ് എൻ്റെ ഐ ലാഷസ് പിൻ സ്ട്രേറ്റ് ആണ്. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ യു കെൻ ജസ്റ്റ് സ്കിപ്പ് ടു മസ്കാര. ഡോണ്ട് ഫർഗെറ്റ് നമ്മുടെ ലോവർ ലാഷ് ലൈനിൽ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കണം. ദാറ്റ് ആക്ച്വലി ഹെൽപ്സ് നമ്മുടെ ഐലൈനർ ഒട്ടും സ്മഡ്ജ് ചെയ്യാതിരിക്കാൻ കണ്ണിന്റെ അടിയിൽ. Okay, so ഞാൻ മറ്റേ കണ്ണും ചെയ്തു. ഇനി നമുക്ക് ഇച്ചിരി ഫിനിഷിംഗ് ടച്ചസ് ബാക്കിയുള്ളൂ. മൂവിംഗ് ഓൺ ടു ലിപ്സ്റ്റിക്. ഐ എം ഗോണ ബി യൂസിങ് ദിസ് വെറ്റ് ആൻഡ് വൈൽഡ് ലിപ്സ്റ്റിക് കോൾഡ് സിനമൺ സ്പൈസ്. ഡാർക്ക് ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ ഇച്ചിരി എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കണം, കാരണം ഇച്ചിരി വോങ്കി ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എടുത്ത് നിൽക്കും. എനിവേ തിന്നു കഴിയുമ്പോൾ അങ്ങനെയാവും. ബട്ട് ആദ്യമേ ഇടുമ്പോൾ അങ്ങനെ ചെയ്യല്. ഇച്ചിരി സമയം എടുത്ത് ഇച്ചിരി പേഷ്യൻസോടെ ഒന്ന് ഇടണം, അല്ലാതെ വണ്ടിക്കകത്തിരുന്ന് ഇടാൻ നോക്കരുത്. സംടൈംസ് ഞാൻ ലിപ്സ്റ്റിക്കിന് മുന്നേ ലിപ് ലൈനർ യൂസ് ചെയ്യും, അല്ലെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യും. സോ ഇന്ന് ഞാനിപ്പോൾ ആദ്യം ഐ എം ഗോണ ഗോ ഇൻ വിത്ത് മൈ ലിപ്സ്റ്റിക്, പിന്നെ ഐ യൂസ് ദ ലിപ് ലൈനർ. സോ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്റിൽ വിയർഡ്, ലൈക്ക് ലുക്ക് അറ്റ് ഇറ്റ്. സോ ഞാൻ ഈ എഡ്ജസും കോർണേഴ്സും എല്ലാം ഒരു ലിപ് ലൈനർ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യും. Doesn't it look much better? Now my favorite part, let's put our pot. Slow-mo ആയിട്ട് ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. എനിവേ ഐ ജസ്റ്റ് വാണ്ട് ടു യൂസ് ഈ ഒരു 5 സെക്കൻഡ് ടു വിഷ് യു ഗൈസ് എ വെരി ഹാപ്പി ഓണം വൺസ് മോർ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇച്ചിരിയേലും ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ടു ഡ്രസ് അപ്പ് ഫോർ ഓണം, പ്ലീസ് ടു ഷെയർ യുവർ പിക്ചേഴ്സ് വിത്ത് മീ ഓൺ ഇൻസ്റ്റഗ്രാം. എൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. So I hope you guys liked your easier, simpler Onam look. ഞാൻ കൂടുതൽ മലയാളം വീഡിയോസ് in the future ചെയ്യാൻ നോക്കാം. Please do give me suggestions on what do you guys want to see more. Also എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനോടെല്ലാം a huge thanks. And yeah, that's it. Thank you for watching till the end. Bye guys.